എല്ലാ കായിക പ്രേമികൾക്കും സഹൃദയായ നാട്ടുകാർക്കും ഓത്താർ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നീണ്ട ഒരു മാസക്കാലം നീണ്ടു നിന്ന നമ്മളുടെ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആണെന്ന് ഇന്ന് ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കകം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ ഇവിടുത്തെ കായിക പ്രേമികളുടെ ആവേശങ്ങൾ ഏറ്റുവാങ്ങിയ രണ്ട് പ്രമുഖ ടീമുകളാണ് ഇവിടെ മത്സരിക്കുവാനായിട്ട് എത്തിച്ചേരുന്നത്. FC ചെന്നൈയും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഏതാനും ചുരുങ്ങിയ സമയങ്ങളിൽ ഇവിടെ ആരംഭിക്കും. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നപോലെ തന്നെ ഇത്തവണയും ഈ ഫുട്ബോൾ മത്സരത്തിൽ നിന്നും കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു തുക കിട്ടുന്ന ലാഭവിഹിതം ഈ നാട്ടിലെ നിർധനരായ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കുന്ന വലിയ ഒരു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഓത്താർ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇത്തവണയും തുടക്കം കുറിക്കുന്നു. ആ മത്സരത്തിന്റെ അവസാന ദിവസമായ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ചികിത്സാ സഹായധനങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ മുമ്പിൽ വെച്ച് ഇവിടെ കൈമാറുകയാണ്. ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നിരവധി വ്യക്തികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളുടെ ഈ ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും നമ്മളിവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ തന്നെ നിങ്ങൾ കുറച്ച് ആശങ്കയുണ്ടായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തൊട്ടടുത്ത പാല MLA ശ്രീ മാണി സി കാപ്പൻ അവർ നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലെ മത്സരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ് ഏറെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട പാല MLA ശ്രീ മാണി സി കാപ്പൻ അവരെ ഏറെ ആദരവോടുകൂടി ഈ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ അഡ്വക്കേറ്റ് മെൽവിൻ മാത്യു പന്തക്കൽ ഇന്നത്തെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ വിജയകിരീടം നേടുന്ന ടീമുകൾക്കുള്ള ട്രോഫി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകുകയും നമ്മളോട് ഏറെ സഹകരിച്ച് നിൽക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് മെൽവിൻ മാത്യു, ശ്രീ കിഷോർ മാത്യു പന്തക്കൽ എന്നിവരാണ്. അതിൽ അഡ്വക്കേറ്റ് മെൽവിൻ മാത്യു പന്തക്കലിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെ ഈ റണ്ണേഴ്സ് ടീമിനുള്ള ട്രോഫി സമ്മാനം നൽകി നമ്മുടെ തൊടുപുഴയുടെ പ്രിയപ്പെട്ട MLA ശ്രീ PJ ജോസഫ് സാറിന്റെ മകൻ കൂടിയായ ശ്രീ അപ്പു ജോൺ ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ആദരവോടുകൂടി ഈ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നല്ല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് മിജാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ നമുക്ക് ഈ മൈതാനം ഉൾപ്പെടെ വിട്ടുകിട്ടിയ ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ശ്രീമതി വാസന്തി ടീച്ചർ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെയും നമ്മളെ ഈ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ശ്രീ പ്രതീഷ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യാനുള്ള മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ തൊടുപുഴയിലെ നമ്മളുടെ ചികിത്സാ രംഗത്ത് നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെയും അവസാന വാക്കായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് തൊടുപുഴയിലെ നമ്മൾ ഒരു രോഗവുമായിട്ട് ചെല്ലുമ്പോൾ ചികിത്സയ്ക്കപ്പുറം ഒരു സാന്ത്വനത്തിലൂടെ ഒരു തലോടലൂടെ പകുതി അസുഖങ്ങൾ നമുക്ക് മാറും. തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിലെ ജോസ് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പഴമക്കാർ പറഞ്ഞു പറത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട് അവർ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ ശ്രീ അൻഷാദ് ഈ വേദിയിൽ ഇരിക്കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ സിയാദ്, അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. ഈ വേദിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഫുട്ബോൾ മത്സരം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഈ ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം നിന്ന് ഒരു മാസക്കാലം ഇതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതോടൊപ്പം ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യേണ്ടത്
ഈ ഫുട്ബോൾ മത്സരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസക്കാലം നീണ്ടു നിന്ന് നമ്മുടെ ഈ മത്സരം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ കായിക മത്സരത്തെ വിജയപ്രദമാക്കുവാൻ നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കായിക പ്രേമികൾ, അവർക്കാണ് സ്വാഗതം ആശംസിക്കാനുള്ളത്. ഏറെ ബഹുമാനത്തോടുകൂടി എല്ലാ കായിക സ്നേഹികളെയും കായിക പ്രേമികളെയും ഈ ഫുട്ബോൾ മൈതാന നഗരിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ നമ്മുടെ പാല MLA ശ്രീ മാണി സി കാപ്പൻ അവരെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ അബു ജോൺ ജോസഫ്, ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, അഡ്വക്കേറ്റ് മെൽവിൻ മാത്യു, അഡ്വക്കേറ്റ് മിജാസ്, ശ്രീമതി വാസന്തി ടീച്ചർ, ശ്രീ പ്രതീഷ്, ഈ മത്സരം കാണാൻ എത്തിയിട്ടുള്ള കായിക പ്രേമികളെ, നല്ലവരായ കളിക്കാരെ, ഇന്ന് ഈ ക്ലബിന്റെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങാനായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇനി വേദി നിൽക്കുന്നത്. ഒരു മുൻകാല വോളിബോൾ കളിക്കാരൻ എന്ന നിലയിൽ ഫുട്ബോളിന്റെ ഒരു മത്സരം ഇവിടെ നടക്കുമ്പോൾ അബു എന്നോട് പറഞ്ഞു 9 മണിക്ക് വരണം, 9:30 കളി തുടങ്ങും. അപ്പം ഞാൻ മറ്റേ പാലായിലൊക്കെ 9:30 പടം മുടക്കി എല്ലാവരും വീട്ടിൽ പോകും. 6 മണിക്ക് കളി തുടങ്ങി 9 മണിക്കൊക്കെ അവസാനിക്കുന്ന പരിപാടി അവിടെ ഉള്ളത്. ഏതായാലും വളരെ ആവേശപൂർവ്വം നിങ്ങൾ ഈ ഫുട്ബോളിനെ വരവേൽക്കുന്നത് കാണുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ടൂർണമെന്റിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ യശസ്, ഈ രാജ്യത്തിന്റെ ഫുട്ബോളിന്റെ യശസ് രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പ്രതിഭകൾ ഇതിലൂടെ കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം പാലായിൽ ഒരു MM ജോസഫ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ കളിക്കളത്തിലേക്ക് കടന്നു പോകുന്നത്. പിന്നീട് രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുട്ബോൾ മത്സരം ഇതൊരു പ്രചോദനമായിരിക്കും എന്ന് സംശയം വേണ്ട. ഓർത്തഡോക്സ് സ്പോർട്ടിംഗ് ക്ലബ് തൊടുപുഴ നടത്തുന്ന 2ാമത് ഈ ടൂർണമെന്റിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊള്ളു. നന്ദി, നമസ്കാരം. ഓർത്തഡോക്സ് സ്പോർട്ടിംഗ് ക്ലബിന്റെ 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ശ്രമം എത്തിയിരിക്കുന്ന പാലായുടെ ബഹുമാനായ MLA ശ്രീ മാണി സി കാപ്പൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴിക്കാട്ട്, അഡ്വക്കേറ്റ് മെൽവിൻ മാത്യു പന്തക്കൽ, ശ്രീ അഡ്വക്കേറ്റ് മിജാസ് KM, ശ്രീമതി വാസന്തി, ശ്രീ പ്രതീഷ്, കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന എത്രയും സ്നേഹമുള്ള കായിക പ്രേമികളെ, ഇവിടെ ഈ ക്ലബിന്റെ ഉദ്ഘാടനം പറഞ്ഞവരെ സാന്ത്വനം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, തൊടുപുഴയുടെ ഒരു ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഓർത്തഡോക്സ് സ്പോർട്ടിംഗ് ക്ലബിന്റെ ഈ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ വർഷവും ഞാനവിടെ വന്നിരുന്നു. വളരെ ആവേശകരമായ രീതിയിലുള്ള മത്സരങ്ങളും ഇവിടെ നിറഞ്ഞ് കൊള്ളുന്ന നമ്മുടെ സ്റ്റേഡിയമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ തൊടുപുഴയുടെ ഒരു കായിക മേഖലയിൽ ഒരു ഉണർവ് നൽകുവാൻ ഓർത്തഡോക്സ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെയേറെ വിശിഷ്ട വ്യക്തികളും സ്പോർട്സുകാരും, നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു വിഖ്യാതനായ ഒരു വോളിബോൾ പ്ലെയറാണെന്ന് യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഇന്റർനാഷണൽ തലങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ ദുബായിലൊക്കെ ക്ലബുകളിൽ ഒക്കെ കളിച്ച് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വോളിബോൾ കളിക്കാരനായിരുന്നു ശ്രീ മാണി സി കാപ്പൻ. അങ്ങനെ ഒരാളെ നമുക്ക് ഇന്നത്തെ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായി കരുതുകയാണ്. തൊടുപുഴയുടെ ആവേശമായ ഈ ഫുട്ബോൾ ടൂർണമെന്റിന് ഇതിന്റെ നടത്തിപ്പുകാർക്കും സംഘാടകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ച് ഇവിടെ പങ്കെടുക്കുന്ന 2 ക്ലബുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മാണി സി കാപ്പൻ MLA, അബു ജോൺ ജോസഫ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഫുട്ബോൾ പ്രേമികളെ,
ഈ ഓർക്കാസ് ക്ലബിൻ്റെ ഏറ്റവും ആദരണീയമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളികളാവാനിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഫുട്ബോളിൻ്റെ ആവശ്യവും നമ്മുടെ സ്പോർട്സ് മേഖലത്തിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോഴും ഈ യുവജനങ്ങൾ ഈ ഓർക്കാസ് ക്ലബ്ബ് കുറച്ച് പേർക്കെങ്കിലും ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തിച്ചതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഭാഗമാകുവാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ തീർത്തും സംതൃപ്തനാണ്. അതുകൊണ്ട് ഈ ഒരു സംരംഭം ഇതിൻ്റെ സ്പോർട്സ് ഭാഗം കൂടാതെ നമ്മുടെ ഫെലോഷിപ്പ്, നമുക്ക് സമൂഹത്തോട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ചില തുല്യ സഹായങ്ങളൊക്കെ ഉദ്ദീപിക്കാനുള്ള നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയായി തീരുന്ന ഈ ക്ലബിൻ്റെ ഭാഗവാഹികൾക്ക് ഞാൻ തീർച്ചയായിട്ടും അവരെ ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ സമ്മേളനവും ഈ സംരംഭവും ഒക്കെ വീണ്ടും അടുത്ത കൊല്ലവും വളരെ നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിലുള്ള കൃഷ്ണ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മാണിച്ചേട്ടനോട് ഒരു മാപ്പ് പറഞ്ഞത് കാണാം. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ 8 മണിയാവും വരാമോ എന്ന് ചോദിച്ചു. മാണിച്ചേട്ടന് 7:30 ഇരിക്കുന്നതാണ്. അതാണ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു. അതുകൂടാണ്ട് ഇവിടെ സഹായം തേടി അവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും താമസത്തിന് ക്ഷമയോലിക്കുന്നു. അപ്പം കളി തുടങ്ങുന്ന സമയമായി ആദ്യമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നന്ദി പറഞ്ഞതോടൊപ്പം തന്നെ നമ്മളുടെ ഓർക്കാസ് സ്പോർട്ടിംഗ് ക്ലബിലെ ഓരോ അംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റും അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇത്രയും ദിവസം കൂടെ ചെയ്തു കഴിഞ്ഞു. അവരോട് പ്രത്യേകമായി ഞാൻ എൻ്റെ പേരിലും എൻ്റെ സഹോദരൻ്റെ പേരിലും ഒക്കെ നന്ദി പറയുന്നു. അടുത്ത വർഷം ഇതിന് നന്നായിട്ട് ഞങ്ങൾക്ക് കഴിയുന്ന പോലെ അപ്പോൾ ഞങ്ങളെല്ലാവരും ആലോചിച്ച് നന്നായി നടത്തുന്നതായിരിക്കും. എനിവേ എൻജോയ് ദി ഗെയിം. താങ്ക് യു. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ അഫ്സൽ, ഈ ഫുട്ബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാല MLA ശ്രീ മാനസി ക്യാപ്റ്റൻ, വേദിയിരിക്കുന്ന അപ്പോൾ ജോൺ ജോസഫ്, ഡോക്ടർ ജോസ്, മറ്റ് ഇതിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, മലയോര ജില്ലയുടെ ഒരു ആഘോഷം എന്നറിയപ്പെടുന്ന ഫുട്ബോൾ മാമാങ്കം 2ാം തവണ നടക്കുന്ന ഓർക്കാസ് സ്പോർട്ടിംഗ് ക്ലബിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം ഒരു ഫുട്ബോൾ മാമാങ്കം നടത്തി അതിന് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി അതിൻ്റെ മുന്നിൽ കാഴ്ചവെക്കുന്ന ഇതിൻ്റെ സംഘാടകരെ എത്ര പ്രശംസിച്ചാലും മതിയായില്ല. കാരണം എങ്ങനെ ഒരു പരിപാടി നടത്തിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതിനൊക്കെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന 2 ടീമുകൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ അപ്പു ജോൺ ജോസഫ് സാർ, അതുപോലെ തൊടുപുഴക്കാർ ഓരോരുത്തരും ദൈവത്തോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്റ്റീഫൻ ഡോക്ടർ സാറിനെ ഓർക്കുന്നു, ജോൺസ് ഡോക്ടറെയും ബാബു ഡോക്ടറെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ തൊടുപുഴക്കാരി ആയാലും ഞങ്ങൾ മാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയ മിത്രങ്ങളെ, സ്കൂളിൻ്റെ കഴിഞ്ഞ ജനുവരി 15 മുതൽ ഇങ്ങനെയൊരു മഹാമേള നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് പകൽ സമയങ്ങളിലൂടെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു മാമാങ്കം ഇങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നതാണ് കേരളത്തോട് പറയട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, പോയ ഒരു
മാസം വളരെ ടെൻഷനിലായിരുന്നതാണ്. ഇന്നിപ്പോൾ കാരണം വേറൊന്നുമല്ല, നമ്മൾ HM എന്ന നിലയിൽ എപ്പോൾ നോക്കിയാലും നമ്മുടെ കുട്ടികൾ ഈ ഗാലറിയുടെ മുകളിലും പരിസരത്ത് അല്ലെങ്കിൽ പന്തുകളിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ മിക്കവാറും ഒരു അമ്മയുടെ മനസ്സോടെ അവരെ വെയിൽ കൊണ്ടൊക്കെ കളിച്ചു നടക്കുന്നു, അല്ലെങ്കിൽ താഴെ വീടുന്നൊക്കെ പറഞ്ഞ് വടിയൊക്കെ എടുത്ത് ചെല്ലാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൾസ് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികൾ എത്രമാത്രം ഇതിൽ ആവേശം കൊള്ളുന്നതിൻ്റെ കാരണവും അതുകൊണ്ടക്കാരുടെ ഒരു ഫുട്ബോളുമായി ആവേശത്തെ മനസ്സിലാക്കിയാണ്. എന്തായാലും ഈ ഒത്താറ്റ് സ്പോർട്സ് ക്ലബിൻ്റെ രണ്ടാമത്തെ ഞാനിവിടെ ഓർഗനൈസേഷനുള്ള രണ്ടാമത്തെ പ്രോഗ്രാമാണിത്. അതിൽ ഇന്ന് മാത്രമാണ് കടന്നു വരാൻ സാധിച്ചത്. ഞാനേറെ സന്തോഷത്തോടെ ഈ ക്ലബിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, ജീവകാരുണ്യ പ്രവർത്തനത്തെ മാത്രം ഞാൻ എടുത്ത് പറയുകയാണ്. അത് ഒരുപാട് സഹായം ആവശ്യമുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയാം. എന്തായാലും തുടർന്നും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് കേരള സർക്കാരിന്റെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം ഫെബ്രുവരി 12 നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്കുള്ള ആവശ്യമായ ജേഴ്സി നൽകുവാൻ ഈ ക്ലബ്ബ് തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി തിരി ടീച്ചറെയും അതിന്റെ ഭാരവാഹികളും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ ജേഴ്സികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ മാണി സി കാപ്പൻ അവരെയും ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടിയോട് കൂടി നമുക്കിത് ആകർഷകമാക്കാം. സമൂഹത്തിലെ ഭിന്നശേഷിയുള്ള നമ്മൾക്കിടയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന കായികോത്സവത്തിൽ, ആ കായികോത്സവത്തിൽ അവർക്ക് പങ്കെടുക്കുവാനുള്ള ജേഴ്സിയാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ അവർക്ക് നൽകുന്നത്. നമ്മുടെ കൂടെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫുട്ബോൾ മത്സരത്തിനായി കാണാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ഇങ്ങനെ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ കളി കാണാനായിട്ട് ഞാൻ വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തൊടുപുഴ സബ് ജില്ലയുടെ കീഴിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഗവൺമെന്റ് ഒരു ഇൻക്ലൂസീവ് കായികോത്സവം നടത്തുന്നുണ്ട്. അത് കേരളത്തിലൊട്ടാകെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി നെടുങ്കണ്ടത്ത് വെച്ച് നമ്മുടെ കുട്ടികളുടെ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ വീടുകളിലൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന വീടുകളിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് അവർക്കൊരു ജേഴ്സി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് തന്നെ നമ്മുടെ ഒത്താറ്റ് സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. ഞാൻ അപ്പം തന്നെ എന്നെ വിളിച്ചു, എനിക്കിങ്ങനെ ഒരു സഹായം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ വളരെ എന്താ പറയുക, സ്നേഹത്തോടെ ടീച്ചർക്ക് എത്ര ജേഴ്സി വേണം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ജേഴ്സി കിട്ടുന്നത് നോക്കി നാളെ തിങ്കളാഴ്ച അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവകാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒത്താറ്റ് സ്പോർട്സ് ക്ലബിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഒത്താറ്റ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന ചികിത്സാ സഹായ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ആ ചടങ്ങാണ് ഇവന് നടക്കാനുള്ളത്.
ഞങ്ങളിവിടെ നമ്മൾ 40ഓളം ഇവിടെ നമ്മൾ ഈ ഫുട്ബോൾ മൈതാന നഗരിയിൽ നിരന്തരം അനൗൺസ് ചെയ്തെങ്കിലും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട 40ഓളം അപേക്ഷകളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാൻസർ, ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുള്ള ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ് ഇവിടെ ചികിത്സാ സഹായധനം ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികളെ ഞങ്ങൾ ക്ഷണിക്കും. ഇവിടെ പേര് പറഞ്ഞ് ആരെയും വിളിക്കുന്നില്ല. ഞങ്ങൾക്ക് ടോക്കൺ തന്നിട്ടുണ്ട്. ആ ടോക്കൺ അനുസരിച്ച് പറയുന്ന ആളുകൾ ഈ വേദിയിലേക്ക് കയറി വന്ന് അപ്പൊ എല്ലാവരും ഈ നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും സ്റ്റേജിന് വെളിയിലേക്ക് ഇറങ്ങി. വാശിയേറിയ സെവൻസ് മത്സരത്തിന്റെ പരിസമാപ്തി ഇവിടെ കുറിക്കുമ്പോൾ സമ്മാനമായ PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പ്രൈസ് മണിയും നൽകി ടീമിന്റെ നെടുനായകത്വം വഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ കിഷോർ മാത്യു പന്തക്കൽ, ശ്രീ അഡ്വക്കേറ്റ് ബെൽബിൻ മാത്യു പന്തക്കൽ എന്നിവർ നടത്തിയ സേവനങ്ങൾ അത് വിസ്മരിക്കാൻ പറ്റുന്നതല്ല.
ഇവർക്കുള്ള സ്നേഹ ഉപഹാരം ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് നൽകി അവരെ ആദരിക്കുകയാണ്. അവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ കുഞ്ഞത്തമ്പിയെ ക്ഷണിക്കുന്നു. ഗാന്ധിജി സ്റ്റഡീസിന് മെമ്മോറിയൽ ട്രോഫിയിൽ പ്രൈസ് മണി നൽകി സഹകരിച്ചത് തൊടുപുഴയുടെ പ്രിയപ്പെട്ട MLA കൂടിയായ ശ്രീ PJ ജോസഫ് സാറിന്റെ മകൻ കൂടിയായ ശ്രീ അപ്പു ജോൺ ജോസഫ് അവர்களാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ജിബു കെ ജലാൽ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പു ജോൺ ജോസഫ് സാറിനാണ്. നിസ്സീമമായ സഹകരണം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഞങ്ങൾക്ക് ലഭിച്ചു. നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം നൽകുന്നു. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലബിന്റെ ട്രഷറർ കൂടിയായ ശ്രീ മുഹമ്മദ് അലിയെ ക്ഷണിക്കുക. അദ്ദേഹത്തിന് ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ചെയർമാൻ ശ്രീ വികാസ് KM-നെ ക്ഷണിക്കുകയാണ്. മിസസ് ശ്രീ വാസന്ത ടീച്ചർ, PTA പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ എന്നിവരെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് മെൽബിൻ മാത്യു പന്തക്കൽ അവർക്ക് അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നു. കൊടുക്കുന്നതിന് വേണ്ടി ക്ലബിന്റെ പ്രസിഡന്റ് കുഞ്ഞത്തമ്പിയെ ക്ഷണിക്കുകയാണ്. ഗോൾഡൻ TVS ടൂ-വീലർ ഷോറൂമിന്റെ MD സോജി തോമസ്, സ്മിത ഹോസ്പിറ്റൽ ജോസഫ് സീഫർ സാറിനെ ക്ഷണിക്കുകയാണ്.